ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമുക്ക് 3D ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആയിട്ടൊന്ന് ട്രൈ ചെയ്താലോ. ഞാനത്ര എക്സ്പെർട്ടൊന്നുമല്ല, പലതും വലതും ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ആദ്യമൊന്നും ശരിയായില്ലായിരുന്നു. കാരണം ഇതിന് പ്രത്യേക മെഷർമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ 5 സെൻറ്റിമീറ്റർ മെഷർമെൻ്റ് ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാണ്, മുകളിലും സെയിം തന്നെ താഴെയും വരയ്ക്കാണ്. പിന്നെ ഞാൻ കാണിച്ചിരിക്കുന്ന ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ട് 2 ലൈൻ വരച്ചു കൊടുത്ത് താഴോട്ടും ഇങ്ങനെ വരച്ച് ഞാൻ കാണിച്ചു തരാൻ വരുന്നത്. കോർണറിൽ നിന്ന് താഴത്തെ സൈഡിൽ നമ്മൾ അതിൻ്റെ താഴത്തെ സ്ക്വയറിൽ അതിൻ്റെ ബേസിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഞാൻ കാണിച്ചിരിക്കുന്നത് വരച്ച് വെക്കണേ. അപ്പോൾ 2 സൈഡിൽ വരച്ച ശേഷം ഇനി നമ്മൾ ഓരോരോ ലൈൻ ചരിച്ച് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അതായത് നമ്മൾ ഒരു ഇല്യൂഷൻ വരുമ്പോൾ മിക്കവാറും ലൈനൊന്നും സ്ട്രെയിറ്റ് ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കോമണി പോലെ വരച്ചിട്ട് നമ്മൾ സ്റ്റെയർ കേസ് പോലെ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഓരോ 2 സൈഡും നമ്മൾ കളർ അടിച്ചു കൊടുക്കുക. നമ്മൾ ആ വരച്ച സാധനങ്ങളില്ലേ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നല്ല സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഞാൻ സാധാരണ സ്കെച്ച് പെൻ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് ആ സ്ക്വയറിൻ്റെ ഓരോ കോർണറിൽ നിന്നില്ലേ ഒരു കോർണറിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കും. പിന്നെ ഇങ്ങേപ്പുറത്തെ താഴത്തേതും ഒരു കോർണറിൽ നിന്ന് ഈ സൈഡ് മറ്റേതിൻ്റെ സൈഡിലോട്ട് ഒരു ലൈൻ വരച്ച് കൊടുത്ത ശേഷം ഒരു ട്രയാങ്കിൾ ഷേപ്പ് കേട്ടോ. ഇനി താഴോട്ട് ഒരു സ്ക്വയർ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണല്ലോ. മുകളിൽ നിന്ന് താഴോട്ട് ഒരു താഴെ ഒരു റെക്റ്റാങ്കിൾ ടൈപ്പ് താഴോട്ട് വരുന്ന രീതിയിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷെയ്ഡിങ് ആണ് മെയിൻലി ഷെയ്ഡിങ്ങിലാണ്. നല്ല ഷെയ്ഡിങ്ങിനുള്ള പെൻസിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ സ്കെച്ച് പെന്നുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര ഷെയ്ഡ് വന്നില്ല, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതുകൊണ്ട് ആ ട്രയാങ്കിൾ പോലെ വരച്ചിട്ടില്ലേ താഴത്തെ ട്രയാങ്കിൾ, അതിന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒരു ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷാഡോ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഓരോരുത്തരും കാണുന്നതിന് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കാണുന്ന അനുസരിച്ചാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ അതിൽ ഫോക്കസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇല്യൂഷൻ പോലെ ക്രിയേറ്റ് ചെയ്യും. അല്ലെങ്കിൽ സാധാരണ ഡ്രോയിങ് പോലെ തന്നെയായിരിക്കുന്നത്. അതിനകത്ത് വലിയ പ്രത്യേകത ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഷാഡോ ചെയ്യാം. ഞാനിപ്പം അത് ഷെയ്ഡിങ്ങിൽ എൻ്റെ കയ്യിൽ ആ സാധനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ടിഷ്യൂ കൊണ്ട് തന്നെ അങ്ങനെ ഒന്ന് ഷെയ്ഡ് സ്പ്രെഡ് ആക്കുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഇച്ചിരി ഡാർക്കും മറ്റേ സൈഡ് ഇച്ചിരി ലൈറ്റും ആക്കുന്നത്. താഴെ അങ്ങനെ തന്നെയാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഷാഡോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ താഴോട്ട് തന്നെ ആ റെക്റ്റാങ്കിളിൻ്റെ ആ ഷാഡോ വരത്താനാണ് താഴോട്ട് വരയ്ക്കുന്നത് കേട്ടോ. അങ്ങനെ ഷാഡോ ക്രിയേറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് ഷെയ്ഡ് ചെയ്തുകയാണ്. ഇപ്പം ഈ കാണുമ്പോൾ എത്ര ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല നമ്മുടെ ക്യാമറ കാരണം. പക്ഷേ വരയ്ക്കുമ്പോൾ നല്ലോണം ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണുമ്പം നിങ്ങൾക്ക് 3D ഇല്യൂഷനായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയത്തില്ല, എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ നമ്മൾ ക്യാമറയിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ അത് അത്ര എഫക്റ്റായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. എപ്പോഴും എന്തായാലും ഇപ്പം തന്നെ ഒരു 3D പോലെ തോന്നുന്നില്ല. ഒരു കോവണി നമ്മൾ വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നില്ല. ഇനി നമ്മൾ ആ കോവണി സ്റ്റെയർ കേസിൻ്റെ അതിൻ്റെ ഷാഡോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ വരച്ചു കൊടുക്കണേ. അപ്പം ആ ഷാഡോ വരയ്ക്കുന്നതെല്ലാം നമ്മൾ ഡാർക്ക് ചെയ്യത്തില്ല, അതിനെ ലൈറ്റ് കളറിൽ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ കോവണി പോലെ വരച്ചത് നമ്മൾ നല്ലോണം സ്കെച്ച് പെൻ ചെയ്തില്ലേ. ഇനി നമ്മൾ ഷെയ്ഡ് മാത്രമേ ചെയ്യത്തുള്ളൂ കേട്ടോ. നല്ലോണം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് അത്ര മനസ്സിലാകുന്നില്ലായിരിക്കും, പക്ഷെ നല്ലോണം ഷെയ്ഡ് ചെയ്താൽ നല്ലവണ്ണം എഫക്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ മുകളിലൂടെ ആ ലൈൻ പോകുന്നില്ല, അതിനകത്ത് ഇച്ചിരി വൈറ്റ് ചുമ്മാ ഒരു ഷെയ്ഡിങ്ങിന് വേണ്ടി ഒരു കുഞ്ഞു ലൈൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ ഓൾറെഡി റെഡി ആയിട്ടോ. ഇതിന് നമ്മളിനി തലതിരിച്ച് വെക്കണം. അതിൻ്റെ മറ്റേ സൈഡിലോട്ട് ഇങ്ങനെ വെക്കുമ്പോഴാണ് നമ്മുടെ ഉണ്ട് ഇതിനകത്ത് അകത്തോട്ടൊരു കോണ് വെച്ച് താഴത്തോട് അതിൻ്റെ ഇരിക്കുന്നതായിട്ട് നമ്മൾ ഇല്യൂഷൻ പോലെ ഈ സൈഡിൽ നിന്ന് നോക്കണേ. അപ്പോഴാണ് ഇപ്പം ഞാൻ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ക്യാമറയ്ക്കോടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്കറിയത്തില്ല എന്തായാലും കേട്ടോ. ഒരു കോമൺ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്തിരിക്കുന്ന പോലെയാണ് അതിൻ്റെ ഷാഡോ ആണ് താഴെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ്. ഇത് വരയ്ക്കുമ്പോൾ കുറച്ച് സമയത്ത് എത്തിപ്പോയാൽ മുഴുവൻ പൊട്ടത്തരാകും കേട്ടോ. അപ്പോൾ ഇച്ചിരി സൂക്ഷിച്ചൊക്കെ വരച്ചാൽ നമുക്ക് ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഒരു എണ്ണം കൂടെ വരയ്ക്കുന്നുണ്ട്. ഇത് ഇച്ചിരി കഷ്ടപ്പെട്ട് വരച്ചാണ്, കാരണം അതിന് മെഷർമെൻറ്റ് നമുക്ക് അറിയണ്ടേ. അതുപോലെ തന്നെ ഒരു സ്ക്വയറും കൂടെ വരയ്ക്കുകയാണ് 5 സെൻറ്റിമീറ്റർ. താഴോട്ട് തൊണ്ട് ആ കോർണറിൽ നമ്മളൊരു ലൈൻ ഇട്ട് വരയ്ക്കുകയാണ്. ഞാൻ കാണിച്ചിരിക്കുന്ന അതേപോലെ ഫോളോ ചെയ്യുന്നത്. ഇങ്ങേപ്പുറത്തോട്ടും ഉള്ള 4 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വരയ്ക്കുന്നത് കേട്ടോ. അതിനുശേഷം മുകളിൽ നിന്ന് താഴോട്ട് ഓരോ കോർണർ അറ്റാച്ച് ചെയ്ത് മുകളിലത്തെ 5ഉം താഴത്തെ ഒരു 4 എറൗണ്ടാണ്. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ആ ട്രയാങ്കിൾ ഒരു സൈഡ് മാത്രം ട്രയാങ്കിളിന് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഡാർക്കായിട്ട് സ്കെച്ച് പെന്നോട് ചെയ്യുക. മറ്റേ ട്രയാങ്കിൾ എന്ന് പറയുന്ന സാധനം നമ്മൾ ലൈറ്റായിട്ട് ഷെയ്ഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയും അതായത് വന്നിട്ട് ആ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഷെയ്ഡിങ് വരാൻ വേണ്ടിയാണ് തന്നെ ഞാൻ ചെറിയൊരു ട്രയാങ്കിളും കൂടെ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ വരയ്ക്കുക. ഇനി താഴത്തേതുകൊണ്ട് താഴോട്ട് നല്ലവണ്ണം ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലവണ്ണം ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങേപ്പുറത്തെ സൈഡിൽ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്താൽ മാത്രമേ അതിൻ്റെയൊക്കെ എൻഡുകളില്ലേ അതാണ് മെയിൻ ഷെയ്ഡ് ചെയ്യുന്നത്. ലൈറ്റും ഡാർക്കും ആയിട്ടാണ് ഷെയ്ഡ്. ഇനി അതിൻ്റെ ഇതുകൊണ്ട് ഇതെല്ലാം ഷെയ്ഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് അതിൻ്റെ ഷാഡോ കാണാൻ വേണ്ടി നമ്മുടെ ആ നിഴൽ കാണാൻ വേണ്ടി ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളിതുകൊണ്ട് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങോട്ട് ഒരു റെക്റ്റാങ്കിൾ തരപ്പിൽ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷേ എന്നാലും നിങ്ങൾ വരയ്ക്കുക. പിന്നെ ഇതുപോലെയൊക്കെ ലൈൻ വരച്ച് കൊടുക്കുമ്പോഴത്തേനാണ് നമ്മൾ ഈ കോവണി പോലെ ഇവിടെയും നമ്മൾ സ്റ്റെയർ കേസ് പോലെ വരയ്ക്കുന്നുണ്ട്. ഇനി അതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് നല്ലവണ്ണം ഡാർക്ക് ചെയ്ത് കൊടുക്കുക.
കൊടുക്കുകയാണ്. അതേ രീതിയിൽ വരച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഡാർക്ക് ചെയ്യൽ, ഈ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഡാർക്ക് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ എല്ലാം കൂടെ പൊട്ടത്തെറ്റായിപ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഷെയ്ഡിങ് അടുത്തത് വരുന്നത്. നമ്മൾ ഒരു പിരമിഡ് ടൈപ്പിൽ നമ്മൾ പറയത്തെ ഈ പില്ലറിൻ്റെ സൈഡിൽ കോമണി വെച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ടും കോമണി ആയതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ, അടുത്ത പ്രാവശ്യം വേറെ അല്ല ട്രൈ കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതുകൊണ്ട് ഇതിനെ കണ്ടിച്ചെടുക്കുന്ന പരിപാടിയുണ്ട്, എങ്കിലോട് ശരിയാകത്തുള്ളൂ. ഈ സൈഡിൽ നിന്നാണ് കണ്ടിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചണം, കണ്ടിക്കുമ്പോൾ സൂക്ഷിച്ച് കണ്ടിക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോയിട്ട് കണ്ടിച്ചാൽ നമ്മുടെ എല്ലാം പ്രോബ്ലം, നമ്മൾ വരച്ച എല്ലാ കഷ്ടപ്പാടെല്ലാം പോകും. അപ്പോൾ എല്ലാവരും ലോങ് വീഡിയോ ഫുള്ള് കാണാം, ഷോർട്സൊക്കെ കാണാം. അടുത്ത മാസത്തെ ഗിവ് അവേ ഉണ്ട്. ഇപ്പം ഈ ജൂലൈയിലെ നമ്മൾ ജൂണും ജൂലൈ എല്ലാ മാസവും മന്ത്ലി ഗിവ് അവേ ഉണ്ട്, അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഫുൾ വീഡിയോ സ്കിപ്പാക്കാതെ കാണുക കേട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പില്ലറിൻ്റെ സൈഡിൽ നമ്മൾ കോമണി ചാരിയിരിക്കുന്ന നമ്മുടെ ഇല്യൂഷൻ കണ്ടോ, നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഇല്യൂഷൻ ടൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണിന് നമ്മളിങ്ങനെ ഒരു ഷാഡ് ഉണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സൈഡിൽ, ഒരു പില്ലറിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ ഈ മോളി ടെറസിലൊക്കെ ഇങ്ങനെ കോണി വെച്ചിരിക്കത്തില്ലേ, ഇങ്ങനത്തെ സ്ഥലം ചിമ്മിനിയുടെ സൈഡിൽ കോണിച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ട്രൈ നോക്കുക. ഇനിയും ഇതുപോലത്തെ വേണമെങ്കിൽ പറയാം, നമുക്ക് ഇതുപോലത്തെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ സെൻറ്റാങ്കിൾ പോലെ തന്നെ ഇതൊരു ഇല്യൂഷൻ ടൈപ്പാണ്. സെൻറ്റാങ്കിളിനകത്ത് റൂൾസ് ഒന്നുമില്ല, പക്ഷേ ഇതിനകത്ത് നമുക്ക് ലൈനും മെഷർമെൻറ്റും ഒക്കെ കറക്റ്റായിട്ട് ആംഗിളുകൾ ശരിയായിട്ട് വരുത്താം, അല്ലെങ്കിൽ എല്ലാം പൊട്ടത്തരാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരും വീഡിയോ ഒക്കെ കാണാൻ സ്കിപ്പ് ചെയ്യില്ല കേട്ടോ.